ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മക്കളെ, നമുക്ക് ഭഗവത്ഗീത എന്തൊരു നല്ലതാ, അത് മനസ്സിലാക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനിത് മുമ്പ് രാമായണം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വായിച്ചതാണെന്ന് മറന്നുപോയി. എങ്കിലും ഇനി എത്ര വട്ടം വായിച്ചാലും അത് നല്ലതാണല്ലോ. നമ്മളെ മനസ്സിലാക്കാനുള്ള എത്ര വട്ടം പറഞ്ഞാലും നമ്മളെ മനസ്സിൽ നല്ലതാണ് അത്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് 31 ഒക്കെ ആയിരുന്നല്ലോ. അതിൽ തന്നെ ഭഗവാൻ പറഞ്ഞത്, ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി അസൂയ ഇല്ലാത്തവരായി എൻ്റെ ഈ സിദ്ധാന്തത്തെ എല്ലായ്പ്പോഴും അനുഷ്ഠിക്കുന്നു. അവരും കർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഈ കർമ്മം കൊണ്ട്, നല്ല കർമ്മങ്ങൾ കൊണ്ടും ഭഗവാൻ പറയുന്ന രീതി തന്നെ ചെയ്യുന്നതുകൊണ്ട് അവർ മോചിക്കപ്പെടുന്നു. അവർക്ക് മോക്ഷത്തിലേക്ക് കടക്കാൻ പറ്റും. അത്രമാത്രം ശുദ്ധമായ രീതിയിലാണ് അവരുടെ കർമ്മങ്ങൾ. ഭക്തന്മാർ അങ്ങനെ നല്ല കർമ്മങ്ങൾ ഫലേശ കൂടാതെ ഈശ്വരാർപ്പണമായി എല്ലാ കർമ്മങ്ങൾ ശുദ്ധമായി തന്നെ ചെയ്യുമ്പോൾ അത് അത്രത്തോളം മാഹാത്മ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ വായിച്ചു കഴിഞ്ഞാലേ. എന്നിട്ട് അപ്പോൾ ഭഗവാൻ പറയുന്നു വീണ്ടും, ചിലർ എൻ്റെ ഈ അഭിപ്രായത്തെ ദൂഷണം ചെയ്യുന്നവനായിട്ട് അനുഷ്ഠിക്കുന്നില്ല. ചിലരങ്ങനെയാ, ഭക്തന്മാരല്ലാത്തവരുടെ പിന്നെ ഇങ്ങനെ ചെയ്യാൻ പോവില്ലയോ. അവർ ഈ കർമ്മം ഈ ലോകത്തിനനുസരിച്ച് അങ്ങ് പോകുന്നത്, ഒരു വിവരവും ഇല്ലാതെ അറിവില്ലായ്മ. അറിവില്ലായ്മക. അപ്പോൾ അവിവേകികൾ ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അജ്ഞരാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവം. അവർക്ക് അറിയില്ല. അവർ ഈ ലോകത്തിലെ മറ്റ് ജീവജാലങ്ങളെ പോലെ, കാരണം അവർക്ക് ബുദ്ധിയെടുത്ത്, അതായത് വിവേകമില്ലായ്മ, അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് അവർ എന്ത് വരുന്നു, അവിവേകികൾ ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അജ്ഞരാണ്. അജ്ഞരുമായ അവരെ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം. അത് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. അത് ഒന്നുകൂടെ മനസ്സിലിരിക്കാൻ വേണ്ടി ഒന്ന് ഞാൻ ആവർത്തിക്കുന്നു. എത്ര വട്ടം ആവർത്തിച്ചാലും എനിക്ക് പോരാ. കാരണം എല്ലാവരും അതങ്ങനെ തീരുന്നില്ല. അതുകൊണ്ട് പറയുന്നത് വീണ്ടും വീണ്ടും. അപ്പോൾ എന്താ കാരണം? ഭഗവാൻ പറയുന്നു, അവർക്ക് ഒരിക്കലും അത് അങ്ങനെ അവർ നശിച്ചു പോയവരായി തന്നെ കരുതുക. നന്നാക്കിയിട്ടൊരു കാര്യമില്ല. അവർ നന്നാവത്തില്ല. അവർ നശിച്ചു പോയവരായി തന്നെ മനസ്സിലാക്കണം. കാരണം എത്ര നമ്മുടെ മക്കളോട് തന്നെ നമ്മൾ എത്ര പറഞ്ഞാലെങ്കിലും അവർ കേൾക്കുമോ? അവർക്ക് കേൾക്കേണ്ട ഒരു സമയം വരുമ്പോൾ അവർ കേൾക്കുന്നതിലുണ്ട്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ, ഇന്ന് ഇങ്ങനെ ഒരു കർമ്മം നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം, ഇതാണ് നല്ല മാർഗം എന്ന് പറയാൻ ആരാ കേൾക്കുന്നേ? അവർക്ക് കേൾക്കാൻ അവർ അതിനായിട്ട് ജനിച്ച് വന്നില്ല. ചിലപ്പോൾ പ്രായങ്ങൾ കഴിഞ്ഞ് വരുമ്പം കേൾക്കും. അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഭഗവാനും പറയാൻ എന്താണ്, അതിനെ നീ അങ്ങനെ വിട്ടേരെ. അവരെത്ര പറഞ്ഞിട്ട് ശാസിക്കാനൊന്നും നടക്കത്തില്ല. നമുക്ക് അത് ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് 33-ാമത്തെ ശ്ലോകം വായിക്കാം. സദൃശം ജ്യേഷ്ഠതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. അതായത് ഭഗവാൻ പറയുന്നു, അർജുനനോട് കൊടുക്കുന്ന ഉപദേശം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമുക്കുള്ള അറിവനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാം. ഗുണദോഷ ജ്ഞാനം ഉള്ളവൻ പോലും, ഇപ്പം എനിക്ക് ഗുണത്തിൻ്റെയും ദോഷത്തിൻ്റെയും അറിവ് അല്പം ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് ഗുണത്തിൻ്റെ മഹിമയും ദോഷത്തിൻ്റെ മഹിമയും എനിക്കറിയാം. ഒരു ദോഷം ചെയ്താൽ ഇന്നതുപോലാണ്, ഒരു ഗുണം ഇന്നതാണെന്ന് അറിഞ്ഞെന്നിരിക്കട്ടെ. അവൻ പോലും അവനവൻ്റെ പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്നു. അറിഞ്ഞിട്ട് കൂടി എന്ത് ചെയ്യുന്നു? പ്രകൃതിക്ക് അനുരൂപമായി, പ്രകൃതി എങ്ങനെ നയിക്കുന്ന അതുപോലെ അങ്ങ് പോവുക. എനിക്ക് ഇങ്ങനെയൊക്കെ മതി, ഞാൻ നേരം വെളുത്ത് എണീച്ച് എന്തൊക്കെ ചെയ്ത് വല്ലൊക്കെ വെച്ച് വിളമ്പിയും കുടിച്ചും, അല്ലെങ്കിൽ പോയി ഇത്തിരി പൈസയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞങ്ങ് പോയി എങ്ങനെയെങ്കിലൊക്കെ ആഹാരമൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ നേടി ജീവിതമാർഗത്തിൻ്റെ കാര്യങ്ങളാണ് നേടുക. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം അങ്ങോട്ട് സുഖമായി കിടന്ന് ഉറങ്ങുന്നു. മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്താ കാരണം? അവർക്ക് അറിയാം കുറച്ച് ആധ്യാത്മികമായ അറിവൊക്കെ എവിടെയൊക്കെ കിടപ്പുണ്ട്, ആർക്കുകളൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. അവർക്കിതിൻ്റെ ഗുണദോഷത്തിൻ്റെ എത്തുംപിടി ഇല്ല. എന്നാലോ ഇങ്ങനെ അറിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചില മനുഷ്യരെന്ന് അറിയാമെങ്കിൽ കൂടി അവർക്ക് കഴിയത്തില്ല ചെയ്യാൻ. ഈശ്വരനെ അറിയാൻ കഴിയത്തില്ല, അറിവ് നേടാൻ കഴിയത്തില്ല. ഈശ്വരൻ്റെ അറിവാകുന്നു. ഈ അറിയാനുള്ള താല്പര്യം അവർക്കില്ല. അറിയാന്ന് വെച്ചാണ് ആധ്യാത്മികമായ അറിവ് നേടാൻ അവർക്ക് സമയമില്ല, അതിന് താല്പര്യമില്ല. അവർക്ക് ഈ ലോകത്തിൽ കിടന്ന് കറങ്ങി എങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോകണം. അതാണ് ഗുണദോഷ ജ്ഞാനം ഉള്ളവൻ പോലും അവനവൻ്റെ പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്നു. അവർക്ക് ഈ ലോകത്തിൽ കിടന്ന് ഇങ്ങനെ ഉഴന്നും കറങ്ങിയും ജീവിച്ചും ഈ ഭോഗ സുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അനുഭവിച്ചും അങ്ങ് പോയാൽ മതി, ജീവിച്ചങ്ങ് പോയാൽ മതി.
ഭൂതങ്ങളും ഇങ്ങനെയല്ലേ, ഭൂതങ്ങൾ പ്രകൃതിയെ പ്രാപിക്കുന്നു. അങ്ങനെയാണ് ഈ ഭൂതങ്ങളെല്ലാം, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ആണല്ലോ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ച എല്ലാ ജീവജാലങ്ങളും, പക്ഷിയും പാറ്റയും മൃഗവും എന്താ പറയുക, എല്ലാം അങ്ങനെ തന്നെയാണ്. അവരും അങ്ങനെ തന്നെയാണ്. പ്രകൃതിക്ക് അനുരൂപമായി അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാണ്ടോ, പക്ഷി നീ ഇങ്ങനെ ചെയ്യണം, നീ ആധ്യാത്മികമായി നിനക്ക് ഈശ്വരനിൽ അടുക്കണമെന്ന് പക്ഷിക്ക് അടുത്ത് പറഞ്ഞാൽ പക്ഷിക്ക് അറിയാമോ? കുരങ്ങനോടോ പുലിയോടോ സിംഹത്തിനോടോ പട്ടിയോടോ ഒക്കെ പറഞ്ഞാൽ അവർക്കറിയാമോ? അതുപോലെ തന്നെയാണ് ഈ മനുഷ്യരും ആ പ്രകൃതിക്കൊത്ത് ഈ കുറേ ആളുകൾ അങ്ങനെ അങ്ങ് പോകുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് അല്പം ആരാധിക്കുക, അല്ലെങ്കിൽ ഈശ്വരജ്ഞാനം അറിയുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ അവർക്ക് കഴിയത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്, ഇങ്ങനെ ചെയ്താൽ നന്മ കിട്ടും എന്ന് അറിയാമെങ്കിൽ കൂടി അവർക്കതിന് സമയമില്ല, മെനക്കെടത്തില്ല. എനിക്കിപ്പോൾ എന്തോ വേണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടി അങ്ങ് പൊക്കോളാം എന്നുള്ള രീതിയിൽ ആണ് അത്. ഭൂതങ്ങൾ പ്രകൃതിയെ പ്രാപിക്കുന്നു, അങ്ങനെ കണ്ടാൽ മതി. എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേപോലെ പ്രകൃതിയിൽ ജീവജാലങ്ങളെ പോലെ തന്നെ, മറ്റ് മൃഗങ്ങളെ പോലെ തന്നെ ഈ മനുഷ്യരും അങ്ങനെ അങ്ങ് പോകുന്നു. ശാസനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ശാസിക്കാനല്ലേ പറ്റും. എന്ത് ചെയ്യാൻ പറയും? കൈകൊണ്ട് പിടിച്ച് വെച്ചിടേ, നിങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കൂ, നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കൂ, ഈശ്വരജ്ഞാനം അറിയൂ, അറിവ് നേടൂ എന്ന് നമ്മൾ എത്രമാത്രം പറയാൻ പറ്റും? ശാസിക്കാൻ എത്രത്തോളം കഴിയാനൊക്കും? ശാസനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത്. ശരിയല്ലേ? ഇന്ന് നമുക്കറിയാം, ഒരുപാട് പേര് ലോകത്ത് എത്രയോ ഇപ്പം 100 പേര് സപ്താഹം തന്നെ നടത്തുമ്പോൾ അവിടെ എല്ലാവരും ചെന്നിരുന്ന് കേൾക്കും. എല്ലാവരും 100 പേരും ഒരുപോലെ കേൾക്കുന്നവരാണോ? അത് കണ്ണ് തുറന്നിരുന്ന് ഉള്ളം ഉറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ കേൾക്കാൻ താല്പര്യമുള്ളവർ കണ്ണടച്ച് ധ്യാനിച്ച് ഉള്ളം ഉണർന്നിരിക്കും. എത്ര പേരങ്ങനെ ഇരിക്കും? 10 പേര് പോലും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവരും കണ്ണിങ്ങനെ തുറന്നിരുന്നിട്ട് ഉള്ളങ്ങ് ഉറങ്ങുക. ക്ഷീണം, ഉള്ളിൽ കേൾക്കുന്നതേ വിഷമമാണ്. എങ്ങനെയെങ്കിലും ഉച്ചയാവോ ആഹാരം കഴിക്കാൻ? അതുമല്ല, എല്ലാവരും നിർബന്ധപ്രകാരം അവിടെ ഒന്നും പോകാതിരിക്കുന്നത് എങ്ങനെയാ? ആക്കാനും വേണ്ടി ചെന്ന് അവിടെ ഇരിക്കും. കാരണം പോയില്ലെങ്കിൽ അത് വിഷമമല്ലേ, എല്ലാവർക്കും തുല്യം പോകണ്ടേ. പക്ഷേ ഉള്ളം ഉറങ്ങും, താല്പര്യമില്ല. ഭഗവാന്റെ വചനങ്ങൾ കേൾക്കാൻ, അറിവ് നേടാൻ അവർക്ക് താല്പര്യമില്ല. താല്പര്യമുള്ളവർ എന്ത് ചെയ്യും? ആ വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അത് കണ്ണടച്ചിരുന്ന് അങ്ങോട്ട് കുടിച്ചിറങ്ങും, പാനം ചെയ്യും. ഉള്ളം അങ്ങനെ ഉണർന്ന് അത് പാനം ചെയ്ത് അവർ നന്നായി അങ്ങ് ഉള്ളം പരിപൂതനായിത്തീരും. ആ മനസ്സ് അത്രമാത്രം ആനന്ദ ലഹരിയിൽ അത് എത്ര പേരങ്ങനെ ഉണ്ട്? അതാണ് ഭഗവാൻ പറയുന്നത്. ഇത് പ്രകൃതിക്ക് അനുരൂപമായി ഇത് കുറേ പേര് ഇങ്ങനെ അങ്ങ് പോകും. എന്നാൽ അതിൽ കുറച്ച് പേര് മാത്രമേ കാണൂ. ശാസനത്തിന് നമ്മൾക്ക് എന്ത് പറയാനല്ലേ പറ്റൂ? നമുക്ക് ചെയ്യാൻ അവരുടെ മനസ്സിൽ തോന്നണ്ടേ, ഇതെനിക്കും ചൊവ്വിന് കേട്ട് പഠിക്കണം, എനിക്കും ഭഗവാനിൽ ചേരണം, എനിക്ക് മോക്ഷത്തിലേക്ക് പോകണം, അവർക്ക് തോന്നണ്ടേ? നമ്മുടെ മക്കളോട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് കേൾക്കൂ? അതുപോലെയല്ലേ എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെ അവർ നശിച്ചു പോയാൽ അത് കണ്ടാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരവർക്ക് തോന്നാതെ യാതൊരു കാരണവശാലും നമുക്ക് പറ്റത്തില്ല. പിടിച്ചു വെച്ച് അടിച്ചു വേൽപ്പിക്കുന്നൊരു കാര്യമല്ല ഇത്. അതുകൊണ്ട് 34-ാമത്തെ അപ്പം നമുക്ക് ഇത്രയും മനസ്സിലായേ. നമുക്ക് എന്ത് വേണം? നമുക്ക് തോന്നണം, നമുക്ക് ഈശ്വരങ്ങളിലേക്ക് അടുക്കണം, നമ്മുടെ ഉള്ളം തോന്നിപ്പിക്കണം. ഈ തോന്നലില്ലെങ്കിൽ തോന്നിപ്പിച്ച് വരണം. എന്നാലേ നമുക്ക് അടുത്ത ജന്മമെങ്കിലും നന്മയായിട്ട് പോകാൻ പറ്റും. ഇപ്പോഴേ പ്രവൃത്തി അതിൻ്റെ ഒരു വേരോടൊക്കെ നമ്മളെ ഉള്ളത്തിൽ വേണം. 34-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയസേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതൗ തയോർന്ന വശമാഗച്ഛേൽ തൗ ഹ്യസ്യ പരപന്ഥിനൗ. ശ്രോത്രാദികളായ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെ വിഷയങ്ങളായ ശബ്ദാദികളിൽ രാഗവും ദ്വേഷവും ഒഴിച്ചുകൂടാത്തവയാകുന്നു. നമുക്ക് ശ്രോത്രാദി ചില ചെവി, ശ്രോത്രം ആദ്യം ചില മൂക്കും കണ്ണും ഇന്ദ്രിയങ്ങൾ 5ഉം, പിന്നെ മനസ്സാണെങ്കിൽ അതും കൂടാകുമ്പോൾ 6 ഇന്ദ്രിയങ്ങൾ. ഇത് എന്താണ്? ഇതിനകത്ത് രാഗവും ദേഷ്യമൊക്കെ ഉള്ളത്, അത് ഒഴിച്ചുകൂടാത്തവ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നേ പറ്റൂ. ഇപ്പം ആധ്യാത്മികമായൊരു കാര്യം കേൾക്കണമെങ്കിലും ചെവി കൂർപ്പിക്കണമല്ലോ. അത് വേണ്ടാത്തതിനേക്ക് പോകണ്ടാത്തത് നമ്മൾ ചെയ്യണം. എനിക്ക് ഇന്നത് കേൾക്കാൻ കൊള്ളത്തില്ല, അതിലേക്ക് ഈ ലോകത്തിലുള്ള വേണ്ടാത്ത കാര്യത്തിന് പോകേണ്ടത് നമ്മളെ വരുതി നിർത്തണം ഇന്ദ്രിയത്തിനെ. അതുകൊണ്ട് വേണ്ടുന്നത് കേൾക്കണം, വേണ്ടുന്നത് കാണണം, വേണ്ടുന്നത് പറയണം, വേണ്ടുന്നതെല്ലാം നമ്മൾ ശ്വസിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടുന്നത് ചെയ്യണം. അതുകൊണ്ട് ഇതൊക്കെ ഒഴിച്ചുകൂടാത്തവയാണ്. എന്താണ്? രാഗവും ദേഷ്യവും ഒഴിച്ചുകൂടാത്തവയാണ് ഇന്ദ്രിയങ്ങൾക്കുള്ളേ. അവയുടെ അധീനത്തിൽ പെടരുത്. നമ്മൾ അവർക്ക് അടിമയാകരുത്, നമ്മൾ അവരെ അടിമയാക്കണം. ഇന്ദ്രിയങ്ങളെ അവിടെ നിൽക്കും, ഇന്ദ്രിയത്തിൽ നമ്മൾ പറഞ്ഞൊക്കെ ചെയ്യണം, അവർ നിൽക്കണം. അല്ലാതെ അവർ പുറത്തോട്ട് നമ്മൾ പോകരുത്. നമ്മുടെ ഉള്ളത്തിലൊരു ഞാനുണ്ട്, ആ ഞാൻ എന്ത് ചെയ്യണം?
അവിടെ നില്ലിന്ദ്രിയമേ, മനസ്സിനോട് അവിടെ നിൽക്കി വധിച്ചിടണം, പോകരുത്. എന്തിനു പോകരുത്? ആധ്യാത്മികമായ കാര്യത്തിനല്ല, അത് നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ ലോകത്ത് നിത്യമായുള്ളത്. അത് മാത്രമേ നമുക്ക് ശാശ്വതമായി ഉള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യന് മൃഗങ്ങൾക്കുള്ള തുല്യം ആയി പോകരുത് നമ്മൾ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? വേണ്ടുന്നതിനെ നമ്മൾ ചെയ്യണം. അതിനാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ എല്ലാം ആവശ്യമാണ്. അത് കൊള്ളാത്തത് കാണാനോ കേൾക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് പോകണ്ട. ഇന്ദ്രിയങ്ങളോട് പറയണം അതിന് വിട്ട് പോകണ്ട. മനസ്സിനെയും കടിഞ്ഞാനിട്ട് നിർത്തണം. നമുക്ക് നമ്മളെ അധീനതയിൽ അവരെ നിർത്തണം, ഇന്ദ്രിയങ്ങളെ. അതുകൊണ്ട് അവരുടെ അധീനത്തിൽ പെടരുതേ, നമ്മൾ അവർക്ക് അടിമയാകരുതേ, നമ്മൾ അവരെ അടിമയാക്കണം. എന്തെന്നാൽ ശ്രേയോ മാർഗത്തെ തടയുന്ന ശത്രുക്കളാണവർ. ഈശ്വരങ്ങളിലേക്ക് അടുക്കുന്ന ശ്രേയസ്സാകുന്ന മാർഗം, പരമാത്മാവിൽ അടുക്കുന്ന ആ പ്രകാശത്തെ അറിയാൻ ശ്രേയസ്, അതിൻ്റെ മാർഗം, ആ വഴിക്കുള്ള തടസ്സമാണ് ഈ ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെ പോയാൽ, വേണ്ടാത്തതിലേക്ക് പോയ ഈ പ്രപഞ്ചം രജോ ഗുണത്തിൽ ഉണ്ടായതാണ്. രജോ ഗുണം എന്ന് വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളുടെ ഒരു ഭണ്ഡാരമാണ്. നമുക്ക് എത്ര കിട്ടിയാലും പൊഴുക്കാത്ത രീതിയാണ് പ്രപഞ്ചത്തിൽ കിടക്കുന്നത്. കാരണം രജോ ഗുണമാണല്ലോ വിധാതാവ്, ബ്രഹ്മാവ്. അപ്പം ബ്രഹ്മാവിന് രജോ ഗുണം ഉള്ളെങ്കിലേ ഈ ലോകം നിലനിൽക്കൂ. അതുകൊണ്ടാണ് ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്. നമ്മുടെ പ്രവൃത്തി കർമ്മഫലം പോലെയാണ് നമ്മളെല്ലാം വീണ്ടും ഇവിടെ ജനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാമക്രോധങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിൽ നിന്നെല്ലാം മുക്തനായി പോകണമെങ്കിൽ നമ്മൾ അതിനെ കടിഞ്ഞാണിട്ട് നിർത്തുക തന്നെ ചെയ്യണം. ഈ ലോകചിന്തയിലേക്ക് താല്പര്യപ്പെടണ്ട. നമുക്കുള്ള ഇന്ദ്രിയങ്ങൾ തന്നേക്കുന്നത്, നമുക്ക് കൈ തന്നേക്കുന്നതും കാല് തന്നേക്കുന്നത് എന്തിനാന്ന് നമ്മൾ എപ്പോഴും പറയുമല്ലോ. ഭഗവാന്റെ അമ്പലത്തിൽ പോകാനും കൈകൊണ്ട് കൂപ്പി തൊഴുവാനും, കണ്ണ് തന്നേക്കുന്ന ഭഗവാന്റെ കാണാതെല്ലാം ഭഗവാനെ കാണാനാണ്, ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാനാണ് ചെവി തന്നേക്കുന്നത്, നാക്ക് തന്നേക്കുന്ന ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടാനാണ്. ഇങ്ങനെ ഓരോരുത്തരും അതിനാണ്. നമ്മൾ അതിന് വിനിയോഗിക്കണം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തും വേണം, അതും വേണം. പക്ഷേ നമ്മൾ ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് അടിമയാകരുത്. അടിമയായാൽ നമുക്ക് ശ്രേയോമാർഗം. കാരണം ഈ ലോക ചിന്തയാണ് അടിമപ്പെട്ടാൽ. ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ്. ഇന്ദ്രിയങ്ങൾ കണ്ടതിനും കേട്ടതിനും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഈ ലോകത്തിലേക്ക്, ഈ സംസാരത്തിലേക്ക്. അപ്പം നമുക്ക് മറ്റൊരു തടസ്സം ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ കടിഞ്ഞാണിടുക. വേണ്ടത്തടുത്ത് പോകണ്ട, വേണ്ടാത്തത് കാണണ്ട, വേണ്ടാത്തത് കേൾക്കണ്ട, കേൾക്കേണ്ടുന്നത് കേൾക്കണം, കാണേണ്ടുന്നത് കാണണം. അങ്ങനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ. അതാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ അധീനതയിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിർത്തണം. ശ്രേയോമാർഗത്തിന് തടസ്സമാകുന്ന ഇന്ദ്രിയങ്ങളെ നമ്മൾ കടിഞ്ഞാണിടുക. നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാവോ? നമുക്ക് ഓരോരുത്തരും നമ്മുടെ ശത്രുക്കളാണ്. നമ്മുടെ ഉള്ളത്തെ തന്നെ ഇരിക്കുന്ന അഹങ്കാരമായിരിക്കുന്ന അസൂയ, കുശുമ്പ്, കാമം, ക്രോധ, ലോഭമോഹം, മതവും മാത്സര്യവും ഡെമ്പും അഹങ്കാരങ്ങളൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. അത് നമ്മൾ ഒഴിച്ച് കളയാതിരുന്നാൽ നമുക്ക് തടസ്സമാണ്. ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴി നമുക്ക് തടഞ്ഞു വയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ശത്രു. നമ്മൾ യഥാർത്ഥ സ്ഥാനത്തേക്ക് നമ്മളെ വിടത്തില്ല. എന്താ? ഈ ലോകത്തിലേക്ക് തന്നെ ചിന്തിച്ചിങ്ങനെ കഴിഞ്ഞുകൂടും. ഇന്ന് കിട്ടുന്നത് പോരാ നാളെ, ഇന്ന് കാണേണ്ടത് പോരാ നാളെ, രണ്ടുകൂടെ കാണണം, മറ്റത് കേൾക്കണം, ഇങ്ങനെ അങ്ങ് ചിന്ത പോവും. അപ്പോൾ ഇത്ര നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കുള്ള വരുതിയിൽ നിർത്തണം ഇന്ദ്രിയങ്ങളെ. നമുക്ക് വേണ്ടാത്തടത്തേക്ക് നമ്മളെ ഇന്ദ്രിയങ്ങളെ പറഞ്ഞു വിടരുത്. വധിക്കണം, മനസ്സിനെയും വധിക്കണം. അപ്പോഴേ നമുക്ക് ശ്രേയോമാർഗം, ഭഗവാനിലേക്കുള്ള ആ ഒരു ചിന്തയിലേക്ക് തന്നെ മുഴുകിയിരുന്ന് ആധ്യാത്മികമായി ഇതിപ്പോൾ ഈ പറഞ്ഞതിനെ കേൾക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിട്ടെങ്കിൽ മാത്രമേ ശ്രദ്ധാപൂർവ്വം കേൾക്കാനും പറ്റൂ. അപ്പോൾ കേൾക്കണമെങ്കിൽ മറ്റ് ചിന്തകളെല്ലാം മാറ്റി വയ്ക്കണം. നമുക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുകയൊക്കെ വേണം, ചെയ്യേണ്ടെന്നല്ല. കേൾക്കണത് കേൾക്കണം, എല്ലാം വേണം. ഒരു പരുവമായി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം വർജിക്കണം. ഈ ലോകത്തു നിന്നുള്ള സർവ്വതും ത്യജിക്കണം. 35 ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൽ സ്വനുഷ്ഠിതാൽ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാപഹ. നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട സകലാംഗപൂർത്തിയോടുകൂടി ചെയ്യപ്പെട്ട അന്യൻ്റെ ധർമ്മത്തിനേക്കാൾ ഗുണമല്ലാത്തതാണെങ്കിലും കുറച്ച് അംഗഹീനമായിരുന്നാലും സ്വധർമ്മം അധികം പ്രശസ്യമാകുന്നു. എന്തെന്ന് വെച്ചാൽ നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട സകലാംഗപൂർത്തിയോടുകൂടി ചെയ്യപ്പെട്ട അന്യൻ്റെ ധർമ്മത്തേക്കാൾ. ഇപ്പം നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട സകലാംഗപൂർത്തി, സർവ അംഗങ്ങളും നന്നായി ഭംഗിയോടുകൂടി ചെയ്യുന്ന അന്യൻ്റെ ഒരു ധർമ്മം. ഇപ്പം ബ്രാഹ്മണ കർമ്മം, അവരുടെ സർവാംഗവും ഈശ്വരങ്കിൽ അർപ്പിച്ച് നല്ല പുണ്യമായിരിക്കുന്ന കർമ്മങ്ങൾ സകലാംഗപൂർത്തിയോടുകൂടി ചെയ്യപ്പെട്ട അന്യൻ്റെ ധർമ്മം. ഇപ്പം ബ്രാഹ്മണ പൂജ ചെയ്യുന്നു, നമ്മൾ അത് കണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അത് അറപ്പാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാതെ നമ്മൾ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയും കാട്ടിക്കൂട്ടിയാൽ അത് ഭയമാണ്.
അത് നമുക്ക് അറിഞ്ഞൂടല്ലോ, അത് അറച്ചേ ചെയ്യാം. കാരണം നമുക്കത് കറക്റ്റ് മന്ത്രമോ അതിൻ്റെ പൂജകളൊന്നും അറിയാത്തൊരിതാൾ നമ്മളത് ചെയ്യും. അതുകൊണ്ട് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട സകലാംഗ പൂർത്തി സർവ്വ അംഗങ്ങളും സർവ്വം നന്നായി തന്നെ ചെയ്യുന്ന ഒരു കർമ്മത്തിനെ അങ്ങനെയുള്ള ഒരാളിൻ്റെ അന്യൻ്റെ നമുക്കതില്ല. പക്ഷെ അന്യൻ അതുണ്ട്. അങ്ങനെയുള്ള അന്യൻ്റെ ധർമ്മത്തിനേക്കാൾ ഗുണം അല്ലാത്തതാണ് നമ്മുടെ കർമ്മം. നമുക്ക് ചിലപ്പം തൂപ്പോ അടിച്ചുവാരക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിസ്സാരമായ കളയലോ എന്തെങ്കിലും നിസ്സാരമായ ചുട അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരോ അല്ലെങ്കിൽ ക്ലാർക്കോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ അത് താല്പര്യമായിട്ട് തോന്നാത്തൊരു ഇതെന്ത് കഷ്ടം നമ്മുടെ ജോലി. എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന നീചജാതിയിലായിപ്പോയി, എനിക്ക് ഇന്ന കർമ്മമായിപ്പോയി ഇന്ന് പറഞ്ഞ് ഖേദിക്കുന്നുണ്ട്. ഒന്നുകൊണ്ടും ഖേദിക്കണ്ട. നമ്മുടെ മനസ്സാണ് ഭഗവാൻ നോക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ഗുണമല്ലാത്തതാണെന്ന് മற்றവർക്ക് തോന്നും. ആ ഗുണമില്ലാത്തതാണെങ്കിലും കുറച്ച് അംഗഹീനമായിരുന്നാലും നമ്മുടെ അംഗങ്ങൾക്ക് ഒരു തൂത്തുവാരക്കം, ഒരു കക്കൂസ് തുടപ്പ്, ഇതൊക്കെ നമ്മുടെ അംഗങ്ങൾക്ക് കൈക്ക് ഹീനമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ ഇതെന്ത് കഷ്ടം എൻ്റെ ഈ പണി എന്ന് തോന്നിപ്പോവാം. പക്ഷേ ഭഗവാൻ പറഞ്ഞ് സ്വധർമ്മം, അത് നമ്മുടെ കർമ്മമാണ്, നമ്മുടെ ധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കിന്ന് അത് എൻ്റെ അച്ഛനും അമ്മയും ഒരു ജോലി ഇപ്പം ഭാഗവത പാരായണം അച്ഛനും അമ്മയും ചെയ്താൽ എനിക്കത് അറപ്പ് കൂടാതെ ഇപ്പം ഇതുപോലെ എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയമില്ല. അതുപോലെ അതുപോലെ ഒരു കിളയക്കാരൻ്റെ മോനൊരു കിളയക്കാരനാ അല്ലെങ്കിൽ ഒരു പിയൂണ, അപ്പോൾ അത് അറപ്പില്ലാതെ ചെയ്യാം. അത് അവൻ്റെ സ്വധർമ്മമാണ്. അച്ഛൻ ചെയ്തൊരു പണി, ഒരു ഒരു കലാകാരൻ്റെ പണി എന്താ, അതാണെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ അവരവർക്ക് നിസ്സാരമെന്ന് തോന്നും. മറ്റുള്ളവർക്ക് തോന്നുന്നത് അവർക്ക് തോന്നും ഇതൊക്കെ എന്തുവാ. പക്ഷേ ഭഗവാന് അതങ്ങനെ നോട്ടമേ ഇല്ല. എന്താണ് നിൻ്റെ പണി, നിസ്സാരമാണോ, തെങ്ങ് കയറി കള്ളിയത്തക്കമാണോ, തേങ്ങാടത്തക്കമാണോ, എന്തോ ആയിക്കൊള്ളട്ടെ, അത് നിൻ്റെ സ്വധർമ്മമാണ്, നിൻ്റെ കർമ്മമാണ്. അത് അധികം പ്രശസ്യമാകുന്നു. എന്താ കാരണം? അറപ്പില്ലാതെ ചെയ്യാം. പൂജാരി അറപ്പില്ലാതെ ഒരു ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നത് പോലെ നമുക്ക് തെങ്ങിൽ കയറി തേങ്ങ ഇടാം, മുറ്റിയ തേങ്ങ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളെ ധർമ്മം അത് വലുതാണ്, നമുക്ക് നമ്മളെ കർമ്മം നല്ലതാണത്. അറപ്പില്ലാതെ തന്നെ നമുക്ക് അത് മുറ്റിയ തേങ്ങ തന്നെ തറയ്ക്കിടാം. ഒരു കരിക്കടത്താൻ പറഞ്ഞാൽ ഇന്നത് കരിക്കാണെന്ന് അറിയാം. അത് നമ്മുടെ കർമ്മം അതായതുകൊണ്ട് അത് നമ്മുടെ ധർമ്മമാണ്, സ്വധർമ്മം. അത് എൻ്റെ ധർമ്മമാണത്. അതുകൊണ്ട് അത് അധികം പ്രശസ്തിയാണ്. ഭഗവാന്റെ മുമ്പിൽ നോക്കുമ്പോൾ പൂജാരി ചെയ്യുന്ന പൂജ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന മറ്റ് നിസ്സാരമെന്ന് നമ്മൾ ധരിക്കുന്ന ആ കർമ്മങ്ങൾ. നമ്മുടെ സ്വധർമ്മമാണത്. അത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധത പോലെ ചിലപ്പോൾ ഒരു പൂജാരി ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു അല്ലാത്ത ജോലി ചെയ്യുന്നതിൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഭഗവാൻ അതാ നോക്കുന്നത്. ചിലപ്പോൾ ചില പൂജാരികൾ ചിലപ്പം എന്ത് ചെയ്യും, ഫലം ആഗ്രഹിച്ചുകൊണ്ട് എനിക്കിന്ന് ഈ പൂജ ഇന്ന അമ്പലത്തിൽ ചെയ്യുമ്പോൾ ഇത്ര രൂപ കിട്ടുമെന്നുള്ള ചിന്തയോട് ചെയ്യുന്നത് ശരിയാണോ? അവിടെ അത് യഥാർത്ഥമായ അജ്ഞാനം അല്പം കിടക്കില്ലേ, ആഗ്രഹം കിടക്കില്ലേ? ഈശ്വരാർപ്പണമായി ചെയ്യുന്നത്. എന്നാൽ ഒരു ചെത്തുകാരൻ തെങ്ങിന് മണ്ടേ കയറിയാൽ എന്ത് വരും? അവൻ്റെ ഉള്ളം ചിലപ്പോൾ നന്നായി ഈശ്വരനെ അറിഞ്ഞ അത് ഭഗവാൻ അർപ്പിച്ചായിരിക്കും അദ്ദേഹം ആ തെങ്ങിൽ കയറുന്നതും അതിൻ്റെ കർമ്മം ചെയ്യുന്നത്. അപ്പോഴേ ഭഗവാൻ ഏതിലാ മനസ്സ് നല്ല ജ്ഞാനമുള്ള അറിവുള്ള ആ ചെത്തുകാരനെയായിരിക്കും ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ഹൃദയമാണ് ഭഗവാൻ നോക്കുന്നത്. അവിടെ കർമ്മത്തിൻ്റെ വലിപ്പമല്ല നോക്കുന്നത്. ചിലപ്പോൾ കൈകൾക്കോ കാലിൽക്കോ ഇതുപോലെ ചിലപ്പോൾ വല്ല റോഡ് തൂപ്പോ കക്കൂസോടോ ഒക്കെ ആണെങ്കിൽ പോലും, അംഗഹീനമുള്ളതാണെങ്കിൽ പോലും ഭഗവാൻ അവൻ്റെ ഹൃദയം വെടുപ്പാണോന്നാണ് നോക്കുന്നത്. അതാണ് ഈശ്വരൻ നോക്കുന്നത്. അതുകൊണ്ട് അന്യൻ്റെ ധർമ്മത്തിനേക്കാൾ ഗുണമില്ലാത്തതാണെങ്കിലും കുറച്ച് അംഗഹീനമായിരുന്നാലും സ്വധർമ്മം അധികം പ്രശസ്യമാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കർമ്മം ചെയ്തതിന് ഒരു ദോഷവുമില്ല, ഒരു അജ്ഞാനിക്കേണ്ട കാര്യമില്ല. അത് കുറച്ചിലല്ല, അത് കുറവല്ല. ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തിനാണ് വലിപ്പം. നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട്, ഭഗവാൻ അർപ്പിച്ചാണോ അവൻ ചെയ്യുന്നത്, ഭഗവാനെ ഈശ്വരാർപ്പണമായി അർപ്പിക്കുന്നുണ്ടോ, നിഷ്കാമമായി കർമ്മം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് ഈശ്വരൻ നോക്കുന്നത്. സത്യസന്ധമായുള്ള രീതിയാണ് ഈശ്വരൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ വെടുപ്പാണ് ഈശ്വരൻ നോക്കുന്നത്. അതുകൊണ്ട് സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ഉള്ളവന് എന്തുവരും, ഒരു ടോയ്ലറ്റ് കഴിവക്കാരനായാലും അവൻ്റെ മരണം പോലും ശ്രേഷ്ഠമാകുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ വെടുപ്പാണ് അവിടെ ഭഗവാൻ നോക്കുന്നത്. അവിടെ നീ പൂജാരിയാണോ, നീ ശുദ്ധകർമ്മങ്ങൾ എന്നെ നീ പൂജിക്കുന്നതാണെന്നല്ല ഭഗവാൻ നോക്കുന്നത്. ഈ ലോകത്തെ സർവ്വകർമ്മങ്ങളും ഉണ്ടെങ്കിലേ ഓരോ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റും. എല്ലാ കർമ്മങ്ങളും ഇവിടെ വേണം. കൃഷിയും നെയ്ത്തും എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിവിടെ നമുക്ക് എല്ലാ ആവശ്യങ്ങളാണ്. അതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ തൊഴിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് നമ്മൾ ചെയ്ത് അറപ്പില്ലാതെ ചെയ്യാൻ പറ്റിയ കർമ്മം, ഒരു ഭയം കൂടാതെ അന്യൻ്റെ കർമ്മം ചെയ്താൽ നമുക്ക് അറപ്പുണ്ടാവും. അത് എൻ്റെ കർമ്മമല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കർമ്മം വേർത്തൻ്റെ. ഇപ്പോൾ നെയ്ത്ത് എനിക്കറിയില്ല, അവൻ നെയ്യുന്നുണ്ട്, നമ്മളെങ്ങനെ നെയ്ത് വെച്ചാൽ അത് യഥാർത്ഥമായിട്ട് വരുമോ? നന്നായി പഠിച്ച് ഉള്ളം പാഠമാക്കിയെങ്കിലല്ലേ അത് ശരിയാവും. എടുത്തു വെച്ച് ചെയ്താൽ ശരിയാവോ? നമുക്ക് അത് അറപ്പല്ലേ? അപ്പോൾ ആ അറപ്പ് ഭയമല്ലേ? ആ ഭയം എന്ത് വരുന്ന ഭയമാണ് ഇവിടെ നരകപ്രാപ്തി ഉണ്ടാക്കുന്നതെന്നാണ്.
അറപ്പില്ലാതെ ഈശ്വരങ്ങളിൽ അർപ്പിച്ച് സന്തോഷവും സ്നേഹവും ഭഗവാനിൽ സന്തോഷമായിട്ട് ആ ഒരു കർമ്മം നെയ്ത്ത് ടക്കിട്ടക്കെന്ന് ചെയ്താൽ ആനന്ദം അതിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഭയമില്ല. ആ ഭയമില്ലാത്ത ശൈവനെയാണ് ശ്രേയസ്. അതപ്പോൾ എന്ത് വരും? പരമാത്മാവിൽ ലയിക്കാൻ പറ്റും. എന്താ? നമ്മുടെ ഉള്ളത്തിൻ്റെ പ്രകാശമാണ്. അതേസമയം ടക്കെന്ന് പറയും, ഇത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണോ, അത് ഭയം ഉണ്ടാക്കി ചെയ്തിട്ട് എന്താ ഫലം? നമ്മുടെ ഹൃദയം എപ്പോഴും ഭയന്നിരിക്കും. പൂജ അറിയത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പൂജിക്കണം, ആദ്യം എന്ത് പൂജിക്കണം അറിയില്ല. നമ്മൾ വലിയ പൂജയായിട്ട് അന്യൻ്റെ പൂജ എടുത്തിട്ട് ചെയ്താൽ നമ്മളെ ഉള്ളം എപ്പോഴും ഇത് ശരിയാണോ, ഭഗവാൻ കോപിക്കുമോ, ഇത് കറക്റ്റാണോ, ഞാൻ വഴിയാമണ്ണാണോ എന്ന് കരുതി ഭയം ഉണ്ടായി വരുമ്പോൾ എന്ത് വരും? നരകപ്രാപ്തിയാണ്. അപ്പോൾ ആനന്ദത്തെ ചെയ്യണം. ഒരു ടോയ്ലറ്റ് കഴുകാൻ അവൻ നന്നായി പാഠമുണ്ടെങ്കിൽ അവൻ നല്ല ഭംഗിയായിട്ടത് കഴുകി ആനന്ദിക്കും. അത് വൃത്തിയായി എല്ലാവർക്കും ആനന്ദം ഉണ്ടാകും, സന്തോഷമായിട്ട് അതിലിരുന്ന് ബാത്റൂമും എല്ലാം വൃത്തിയാക്കും. അവൻ്റെ ഹൃദയം വിശാലമായിട്ട് ആനന്ദിക്കും. അതാണ് ഭഗവാൻ നോക്കുന്നത്. ആ ആനന്ദത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശ്വരനിലേക്ക് ശ്രേയസ്സിന് തടസ്സമല്ല. നമ്മുടെ മനസ്സ് അത്രമാത്രം ഏത് കുറഞ്ഞ ജോലിക്കും മാഹാത്മ്യമുണ്ടെന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് അന്യൻ്റെ ധർമ്മത്തിനേക്കാൾ ഉപരി നമുക്കെന്താണുള്ളത്, അറിവുള്ളത് എന്താണ്, അത് നമ്മൾ ചെയ്യുക. അത് മരണത്തിനും ശ്രേഷ്ഠമാകുന്നു, നമ്മുടെ മരണം പോലും ശ്രേഷ്ഠമാക്കുന്നു. എന്നാൽ പരധർമ്മമാണെങ്കിലോ ഭയത്തെ ഉണ്ടാക്കുന്നു, നരകപ്രാപ്തിക്ക് ഹേതുവായി തീരുന്നു. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമുക്ക് നിസ്സാരമെന്ന് കരുതണ്ട. നമുക്ക് നിസ്സാരമായ കർമ്മങ്ങളായാലും ഈശ്വരനോടുള്ള സ്നേഹവും ഭക്തിയും അതൊക്കെയാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മുടെ ഹൃദയം വെടുപ്പാണോ, ശുദ്ധമാണോ? 36 മൂന്നാം അധ്യായത്തിൽ കർമ്മയോഗമാണ്. അതിൽ 36 അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വർഷ്ണയ ബലാദിവ നിയോജിത. അർജുനൻ അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ വൃഷ്ണി വംശത്തിൽ അവതാരം ചെയ്തവനേ ഭഗവാനെ, കൃഷ്ണ നീ വൃഷ്ണി വംശത്തിൽ അവതാരം ചെയ്ത ഭഗവാനെ, എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുവാൻ ഇച്ഛിക്കുന്നില്ല. എങ്കിലും ആരാൽ എന്തിനാൽ പ്രേരിതനായിട്ട് ബലമായി നിയോഗിക്കപ്പെട്ടവനെന്ന പോലെ പാപത്തെ ചെയ്യുന്നു. കാരണം ഇപ്പോൾ അർജുനൻ യുദ്ധം ചെയ്യൂ, നീ ഫലം ആഗ്രഹിക്കണം, നീ എന്നിൽ അർപ്പിച്ച് ചെയ്യൂ എന്നൊക്കെ ഭഗവാൻ നിർബന്ധിച്ച് ചെയ്യിക്കുന്നു. എന്തിനാ ഇങ്ങനെ ഈ പാപം ഇഷ്ടമില്ലെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അതൊരു പാപമല്ലേ? എന്തിനാ നിർബന്ധിച്ചിങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത്? ആരാൽ എന്തിനാൽ പ്രേരിതനായിട്ട് ബലമായി നിയോഗിക്കപ്പെട്ടവനെന്ന പോലെ പാപത്തെ ചെയ്യുന്നു. അർജുനൻ്റെ സംശയം ചോദിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സംശയമാണത്. അർജുനന് ചിലപ്പോൾ സംശയം ഉണ്ടാകത്തില്ല. ഇവിടെ നമുക്ക് വേണ്ടി ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത് നമുക്ക് പഠിക്കാനാണ്. അപ്പോൾ ഭഗവാൻ എന്താണ് ഉത്തരം പറയുന്നത്? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുത്ഭവ മഹാശനോ മഹാപാത്മാ വിധ്യേനമിഹ വൈരിണം. ശ്രീ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ കാമം തന്നെയാണ് ശത്രു. അത് തന്നെയാണ് തടസ്സം. അപ്പം നമുക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു. ഇവിടെ അർജുനൻ ചോദിച്ചു, എന്തിനാ പ്രേരിപ്പിക്കുന്നത് മറ്റ് ഈ പാപകർമ്മത്തെ ബലമായി നിയോഗിക്കുന്ന പോലെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാ ഈ പാപത്തെ? അതായത് അദ്ദേഹം ചിന്തിക്കുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ യുദ്ധത്തിൽ മരണപ്പെടുമല്ലോ, അത് പാപമല്ലേ എന്നാണ് ചോദിച്ചത്. ഭഗവാൻ പറഞ്ഞു, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ കാമം തന്നെയാണ് ശത്രു. അത് തന്നെയാണ് തടസ്സം. നമുക്കപ്പോൾ ഓരോരുത്തർ ശത്രുക്കളുണ്ട്. ഇവിടെ ശത്രു എന്ന് ഭഗവാൻ പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ രജോ ഗുണമാണ് നമ്മുടെ ഈ പ്രപഞ്ചം. രജോ ഗുണമാണ് സൃഷ്ടാവായ ബ്രഹ്മാവിന് എടുത്തേക്കുന്നത്. എന്താ കാരണം? ഈ പ്രപഞ്ചം കാമം ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ കൊണ്ടാണ് വീണ്ടും നമ്മൾ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. ഇന്ന് എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ഞാൻ വീണ്ടും ജനിച്ചു വരുന്നു. ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും ആഗ്രഹം നിന്നാൽ പിന്നെ ഇവിടെ പ്രപഞ്ചത്തിൽ മനുഷ്യനുണ്ടാവത്തില്ലല്ലോ, എല്ലാവരും മുക്തനായി പോകുമല്ലോ. അതുകൊണ്ട് ഇവിടെ രജോ ഗുണം എടുത്തേക്കുന്നത് എന്താ? വീണ്ടും 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 ഇവിടെ പ്രപഞ്ചത്തിൽ വന്നുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷെ നമുക്ക് ശത്രുക്കൾ ആരാണുള്ളത്? ഭഗവാൻ പറയുന്നു, നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ശത്രു നമ്മുടെ കാമമാണ്, ആഗ്രഹമാണ്. കാമം വെറും ആഗ്രഹമല്ലാതെ മൂത്ത കാമമാണ്. അതാണ് നമ്മുടെ ശത്രു, അതാണ് നമുക്ക് തടസ്സം. ഈ ശത്രു നമുക്ക് തടസ്സം നേടുമ്പോൾ ക്രോധമായും, അപ്പം നമുക്ക് ആഗ്രഹം ശത്രുവാണ്. നമ്മുടെ ഉള്ളത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. കാമം മൂത്താണ്. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അത് ക്രോധമായി മാറും. ഇന്ന പെണ്ണിനെ കിട്ടണം എന്നുള്ള ആഗ്രഹിക്കും. അത് മൂത്തങ്ങ് കാമം അങ്ങ് മൂക്കും.
കിട്ടിയില്ലെങ്കിലോ അത് ക്രോധമായി വരും. പിന്നെ എന്ത് കിട്ടിയാലും വട്ടടുത്തണക്ക് അവൻ കിട്ടുന്നതെല്ലാം നശിപ്പിച്ച്, എല്ലാത്തിനെയും നശിപ്പിച്ച്, കിട്ടുന്നതെല്ലാം എറിഞ്ഞ് ഉടച്ചും കൈ കിട്ടിയതിനെയൊക്കെ കൊന്നും എല്ലാ സ്ത്രീകളോടും വൈരാഗ്യമായിട്ട് എല്ലാം കിട്ടുന്ന എല്ലാ പിള്ളേരെയും കൊല്ലുക. എന്താ, ഒരുത്തിയെ കിട്ടാത്ത കാമമൂത്ത് ക്രോധമായി വരുമ്പോൾ അത് വട്ടായി അങ്ങ് മാറുക, സമനില തെറ്റിയിട്ട് അങ്ങ് ചെയ്യുക. ഇതാണ് നമ്മുടെ ശത്രു. എന്താണ്? കാമം. ഈ കാമമാണ് നമ്മുടെ ശത്രു. അതാണ് നമുക്ക് തടസ്സം. അത് നമുക്ക് ഈ കാമത്തിന് തടസ്സം നേടുമ്പോൾ, ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ അത് ക്രോധമായി പരിണമിക്കുന്നു. അപ്പോൾ അതിന് ഇരയായി എന്ത് കിട്ടിയാലും മതിയാകുന്നില്ല. അതാണ് കിട്ടുന്നതിനെ മൊത്തവും കൊല്ലുക പറയാം. അപ്പോൾ തടസ്സം വന്നാലാണ്. അതേസമയം ഒരു പെണ്ണിനെ സ്നേഹിച്ച് അതിനെ കിട്ടിയാൽ ഇതുണ്ടാവില്ല. പക്ഷെ കിട്ടാതിരുന്നാൽ, കാമം മൂത്ത് വരുമ്പോൾ കിട്ടാതിരുന്നാൽ ചിലപ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് ആസിഡ് വീഴും, ചിലപ്പോൾ കൊല്ലും, കിട്ടുന്നതിനെ മൊത്തവും കൊല്ലും, അമ്മയും കൊല്ലും, അച്ഛനെയും കൊല്ലും, കൈയെ കിട്ടുന്ന എല്ലാവരെയും കൊല്ലും. എന്തിനു വേണ്ടിയാ? അവൻ്റെ ഇഷ്ടം സാധിക്കാതെ വരുമ്പോൾ അവൻ്റെ മനസ്സ് നിയന്ത്രണമില്ലാതെ ക്രോധം കയറി അങ്ങ് തലയ്ക്ക് വെളിവില്ലാതായിട്ട് കിട്ടുന്ന മൊത്തവും ഒരു വെറി പിടിച്ചതിനെ പോലെ പേടുത്തത് പോലെ നടന്നിട്ട് കിട്ടുന്ന മൊത്തം നശിപ്പിക്കും. എന്തെല്ലാം ഇരയായി കിട്ടിയാലും അവന് മതിയാവത്തില്ല, എത്ര കൊന്നു തീർത്താലും മതിയാവത്തില്ല. അതാണ് മഹാപാപം. അപ്പം എന്താണ് ശത്രു? കാമം. നമ്മുടെ ഉള്ളത്തിൽ കാമം മൂത്ത് വരുമ്പോൾ അതാണ് നമ്മുടെ ശത്രു. അതാണ്. അപ്പം എന്തെല്ലാം കിട്ടിയാലും ഇങ്ങനെ കൊന്നു തീർക്കും. അതാണ് നമുക്ക് മഹാപാപം ഭഗവാൻ പറയുന്നു. സത്യമല്ലേ അത്? ഇന്ന് നടക്കുന്നതെല്ലാം അങ്ങനെയല്ലേ? ഈ മഹാപാപമാണ് ഇന്ന് ലോകത്തെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആഗ്രഹമൂത്ത് കാമഭാവം കിളവന്മാർക്ക് പോലും 2 മാസമായ പൊടി കുഞ്ഞുങ്ങളെപ്പോലും അവർ കൊല്ലുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഇരയായി എന്ത് കിട്ടിയാലും അവൻ്റെ ആഗ്രഹം തീർന്നില്ലെങ്കിൽ അവൻ കുഞ്ഞെന്നൊന്നും നോക്കത്തില്ല. എന്ത് കിട്ടിയാലും അതിനെ കൊന്ന് നശിപ്പിക്കുക, കിളവനായാൽ പോലും. അതുകൊണ്ട് ഈ സംസാരത്തിൽ അതിനെ ശത്രുവായി നീ അറിഞ്ഞാലും ഈ സംസാരത്തിൽ നമുക്ക് എന്താണ് ശത്രു? കാമം. അപ്പം നമുക്ക് ഒരേ ഒരു ശത്രു, അത്ര കാഠിന്യമേറെ ശത്രുവാണ് കാമം. അത്രയ്ക്കാണ് ഈ ലോകം ഇന്ന് ഈ കാമത്തിൻ്റെ പുറകെ പോവുക. എത്രമാത്രം ദുഷിക്കാൻ കാരണം മയക്കുമരുന്നും മദ്യവും പിന്നെ മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ഇതൊക്കെ നശിച്ച ജീവിതം പോലെ അങ്ങോട്ട് ചെല്ലുക, തിന്നുക, കുടിക്കുക. ഇവർക്ക് ബോധമുണ്ടോ? എന്നിട്ട് കാമം അങ്ങ് മൂത്തേക്കായി. വെളിവുണ്ടോ? വെളിവില്ല. ഇന്നത് ഭഗവാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 100 മടങ്ങ് സത്യം ശരിയല്ലേ? അന്ന് ഇത്രയ്ക്ക് ഇല്ല. എന്നിട്ട് ഭഗവാൻ അന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഇത് 100 മടങ്ങ് വർദ്ധിച്ചിരിക്കുക. അന്നത്തെക്കാൾ 100 അല്ല 1000 മടങ്ങ് വർദ്ധിച്ചിരിക്കുക. ഇന്ന് ഓരോന്ന് നമ്മൾ കേൾക്കുന്ന മൊത്തം ഇന്ന് കേൾക്കാൻ നല്ല കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കേൾക്കുന്ന മൊത്തവും ഇന്ന് യൂട്യൂബ്, ഞാൻ എന്തതിൻ്റെ പേര് അതുപോലും മറന്നുപോയി, TV തുറക്കാറില്ല. ഈ യൂട്യൂബ് പറഞ്ഞാൽ ഇന്ന് കാണുന്നതെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സംസാരത്തെ നീ അതിനെ ശത്രുവായി മനസ്സിലാക്കൂ. അപ്പം മക്കളെ നമ്മൾ എന്ത് വേണം? ഈ കാമം അതാണ് നമ്മുടെ ശത്രു. അതിനെ ജയിക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? ഈശ്വരാരാധനയിൽ കൂടിയേ നടക്കത്തുള്ളൂ. ആധ്യാത്മികം അറിഞ്ഞു വരുമ്പോൾ മാത്രമേ നമുക്ക് ഉള്ളിൽ നിന്ന് നിസ്സാരമായ ആഗ്രഹങ്ങൾ പോലും മാറുള്ളൂ. അപ്പം നമുക്ക് ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശം, നമ്മുടെ ശത്രു മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് ശത്രു. അതാണ് കാമം. അത് ക്രോധമായി പിന്നെ അത് പരിണമിച്ച് അത് ആരെ കിട്ടിയാലും തകർക്കും. അങ്ങനെയാണ് നടക്കുന്നത്. 38ാമത്തെ ശ്ലോകം. ധൂമേനാവ്രിയതേ വന്നി രഥാദർശോ അമലേന ച യഥോൽബേനാവൃതോ ഗർഭസ്തധാനേ തഥാ തേനേത ആവൃതം. ധൂമേനാവ്രിയതേ വന്യരഥാദർശോ അമലേന ച യഥോൽബേനാവൃതോ ഗർഭസ്തഥാ തേനേത ആവൃതം. അത് സംസ്കൃതമാണ്. എല്ലാം ശരിയാവണമെന്നില്ല. ഞാനതങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. നമുക്കൊന്ന് നോക്കി എന്നുള്ളതേ ഉള്ളൂ. അതിനെ കളയണ്ട, അറിയാവണ്ണം അങ്ങ് പോകാം. അപ്പോൾ അതിനെന്താ പറയുന്ന ഭഗവാൻ? അഗ്നി ധൂമത്താൽ എങ്ങനെ മറയ്ക്കപ്പെടുന്നുവോ, കണലിങ്ങനെ മിനിക്കും, പക്ഷെ പുക കൊണ്ട് നമുക്ക് അതിൻ്റെ തിളക്കം കാണാൻ പറ്റില്ല. മൊത്തം മൂടി ഇങ്ങ് പുകയായി ഇരുന്നാൽ എന്ത് വരും? ധൂമം. അതായത് നമ്മൾ തീ ഇങ്ങനെ ഊതുമ്പോൾ കത്താതിരിക്കുമ്പോൾ അകത്ത് കണലുണ്ട്, പക്ഷേ പുക കൊണ്ട് മൂടിയിരിക്കുമ്പോൾ അകത്തിരിക്കുന്ന തീ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് അഗ്നി തീ ധൂമത്താൽ പുക കൊണ്ട് എങ്ങനെ മറയ്ക്കപ്പെടുന്നുവോ. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രകാശമായി തിളങ്ങിയിരിക്കുന്ന കണൽ, ആ തീക്കണൽ നമുക്ക് കാണാൻ പറ്റാത്തവണ്ണം പുക കൊണ്ട് മൂടിയിരിക്കുന്നു.
അതായത് അല്ലെങ്കിൽ കണ്ണാടി അഴുക്കിനാൽ എങ്ങനെ മറയ്ക്കപ്പെടുന്നുവോ, നമ്മൾക്ക് മുഖം നോക്കുന്നൊരു കണ്ണാടി, ആ കണ്ണാടിക്കകത്ത് മൊത്തം അഴുക്കാണെങ്കിൽ നമ്മുടെ മുഖം കാണാൻ പറ്റത്തില്ല. എന്താ കാരണം? കണ്ണാടിയിൽ മൂടപ്പെട്ടിരിക്കുകയാണ് അഴുക്ക്. അതുപോലെ അപ്പോൾ നമ്മുടെ മുഖത്തെ കാണാൻ പറ്റത്തില്ല. അതുപോലെ അല്ലെങ്കിൽ എങ്ങനെയാ ഗർഭരൂപിയായ ശിശു, നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഗർഭത്തിൻ്റെ ആവരണമായ ചർമ്മത്താൽ എങ്ങനെ മറയ്ക്കപ്പെടുന്നുവോ, അപ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് കാണാൻ പറ്റുമോ നമ്മുടെ ഉള്ളത്തിൽ? കാരണം നമ്മുടെ കുഞ്ഞ് ഉള്ളിലുണ്ട്, പക്ഷേ ഗർഭിണിയുടെ ഉള്ളത്തിൽ കുഞ്ഞുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്താ കാണാൻ? അതിനെ മറയ്ക്കപ്പെട്ടിരിക്കുക. നമ്മുടെ ദേഹത്തിൻ്റെ ബാക്കി മാംസം തൊലി എല്ലാം കൊണ്ട് ഉള്ളിനകത്താ, കാണാൻ പറ്റത്തില്ല, മറയ്ക്കപ്പെടുന്നു. അപ്രകാരം ആണ് എന്താണ് കാമം. എന്താണ്? അങ്ങനെയാണ് ഈ കാമം കൊണ്ട് എന്ത് വരുന്നത്? നമ്മളെ ഉള്ളത്തിൽ ഉണ്ട് സാധനം, ഈ ജ്ഞാനം തിളക്കം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ട്, പക്ഷേ നമ്മളെ കാമം കൊണ്ട് അതിനെ മൂടി വെച്ചത്. ഇത് ജ്ഞാനം, നമ്മുടെ ഉള്ള ജ്ഞാനം ഈ കാമം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളത്തിൽ ഇരിപ്പുണ്ട് സാധനം, പരമാത്മാവിനെ അറിയുന്ന വകയൊക്കെ നമ്മുടെ ഉള്ളത്തിലുണ്ട്, പക്ഷേ നമുക്ക് എന്താ കാരണം? എല്ലാം കൊണ്ടും ഈ ലോകത്തുള്ള ചിന്തകൾ, കാമം, അതുമുഴുത്ത് ക്രോധവും, ഇതൊക്കെ നമ്മുടെ ഓർമ്മയിലുള്ളു, വേറെ ഒന്നും തന്നെ ഇല്ല. ഈശ്വരാരാധന ഇല്ല, ഭഗവത്ഗീത എങ്ങനെയാണെന്ന് അറിയില്ല, ഭാഗവതം കണ്ടിട്ടില്ല, ഒന്നും അറിയില്ല, അമ്പലത്തിൽ പോകത്തില്ല, ഈശ്വരനെ അറിയത്തില്ല. ഇങ്ങനെ ഉള്ളവരുടെ ഉള്ളത്തിലിരിക്കുന്നത് എന്താണ്? കാമക്രോധാദികളായിരിക്കുന്ന ദുഷ്ചിന്തകളാണ്. ഇതുകൊണ്ട് എന്തിനെ മൂടി വെച്ചേക്കുന്നത്? ഉള്ളത്തിലിരിക്കുന്നേ ആ ചൈതന്യത്തെ വെളിയിൽ വരാതെ വണ്ണം അതിനകത്തിരിക്കുക. ഇത്രയും ചിന്തകളുടെ ഇടയ്ക്ക് അകത്ത്, അതിൻ്റെ ചുറ്റിനും ഈ പ്രപഞ്ചത്തിലെ ഈ രജോ ഗുണത്തിലിരിക്കുന്ന ഈ കാമക്രോധാദികളായിരിക്കുന്ന ഈ സംസാര സാഗരത്തിൽ എന്തൊക്കെയുണ്ട്? ആ ദുഷ്ചിന്തകൾ, അസൂയ, കുശും, ഇതൊക്കെയാണ് ഈ പ്രകൃതി, ഇതൊക്കെയാണ് ഇന്ന് ലോകത്ത്. ഇതിനെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് അതെല്ലാം ഇതെല്ലാം മാറ്റിയെടുത്ത് നല്ലതിലേക്ക് പോകണമെങ്കിൽ, യഥാർത്ഥത്തിലേക്ക് അറിയണമെങ്കിൽ ഇതൊക്കെ മാറണം. ഇതുകൊണ്ട് മൂടപ്പെട്ടിരിക്കുക നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന ഈ ഗർഭിണിയായ കുഞ്ഞിൻ്റെ ചുറ്റിനും നമ്മുടെ ശരീരമാകുന്ന തൊലി കൊണ്ട് എല്ലാം കൊണ്ട് മൂടി വെച്ചേക്കുന്ന കുഞ്ഞിനെ കാണാതെ. അതുപോലെ നമ്മുടെ ഉള്ളത്തിനകത്ത് പരമാത്മാ ചൈതന്യം ഉള്ളത്തിലുണ്ട്, പക്ഷെ അത് മറയ്ക്കപ്പെട്ടിരിക്കുക ഈ ശത്രുക്കൾ കാരണം. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംബ് അഹങ്കാരം അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള സർവ്വതം കൊണ്ട് ചുറ്റിട്ട് വെച്ചേക്കുക. ഉള്ളത്തിൽ അകത്തിരിപ്പുണ്ട്, ആരും അറിയുന്നില്ല, കാണുന്നില്ല, തെളിയുന്നില്ല. അതുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കാമത്താൽ. ഈ കാമമാണ് മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഉള്ളം നമുക്ക് പ്രകാശം അറിയുന്നില്ല. അതായത് സ്വർണത്തിൻ്റെ പുറം മൊത്തം നമ്മൾ കരി വാരി പൂശിയാൽ സ്വർണ്ണത്തെ തിളക്കമുണ്ട്. ആ അഴുക്കൊക്കെ കഴുകി കളഞ്ഞ് സ്വർണം തിളങ്ങും. അതുപോലെ തന്നെയാണ് ഇത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ശത്രുക്കളാകുന്ന കാമക്രോധാദി കൊണ്ട് നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന ആ പരബ്രഹ്മത്തെ നമ്മൾ അറിയുന്നില്ല, അത് തെളിയുന്നില്ല, അത് ഉള്ളത്തിൽ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. 39-ാമത്തെ ശ്ലോകം. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. അന്നേരം പറയുന്നു, അല്ലയോ അർജുന, കാമം എന്ന രൂപത്തോട് കൂടിയതും, അപ്പം കാമത്തിന് രൂപമുണ്ട്, കാമം എന്ന രൂപത്തോട് കൂടിയതും തൃപ്തിപ്പെടുത്തുവാൻ വിഷമവും മതിയെന്ന നില ഇല്ലാത്തതുമായ ഈ ജ്ഞാനിയുടെ നിത്യശത്രുവിനാൽ ജ്ഞാനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് കാരണം. അല്ലയോ അർജുന, ഭഗവാൻ പറഞ്ഞു കാമം എന്നത് രൂപത്തോട് കൂടിയതാണ്. എന്താണ്? ഇപ്പം നമുക്ക് ധനം വേണം, ധനത്തിന് രൂപമുണ്ട്. വസ്തുവിന് രൂപമുണ്ട്. സ്വർണം വേണം, സ്വർണത്തിന് രൂപമുണ്ട്. പണത്തിന് രൂപമുണ്ട്. എന്തിനാ രൂപമില്ലാത്ത? എനിക്കൊരു കാറ് വേണം, അത് നമുക്ക് രൂപമുണ്ടല്ലോ കാറിന്. അപ്പോൾ എന്താ? കാമം എന്നത് രൂപമാണ്. അതായത് ജ്ഞാനമാണെങ്കിലോ, പരമാത്മാവിലേക്ക് അറിവാണെങ്കിലോ അതിന് രൂപമുണ്ടോ? എന്തെങ്കിലും ചൈതന്യത്തിന് രൂപമുണ്ടോ? ഈശ്വരൻ പരമാത്മാവ് പ്രകാശം ആണ്, ആ ചൈതന്യമാണ്. ഈ ചൈതന്യത്തിന് നമുക്ക് രൂപമുണ്ടോ? അപ്പം ഈ കാമത്തിന് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും രൂപമുണ്ട്. അതുകൊണ്ട് കാമം എന്ന രൂപത്തോട് കൂടിയതും തൃപ്തിപ്പെടുത്തുവാൻ വിഷമം മതി എന്ന നില ഇല്ലാത്തതും ആണ്. നമുക്ക് സ്വർണം 10 പവനിപ്പോൾ കിട്ടി, നാളെ തോന്നും കുറച്ചുകൂടെ ആരും തന്നെങ്കിൽ, ആരെങ്കിലും ഒരു 10 പവൻ കൊടുക്കുമ്പം എനിക്ക് നാളെയും കിട്ടിയാൽ കൊള്ളായിരുന്നു. അതിന് രൂപമുണ്ട്, അത് സ്വർണമാണ്, രൂപമുണ്ട്. കൊടുത്തത് കിട്ടിയത് പോരാന്നുമുണ്ട്, മതിയാകുന്നില്ല, തൃപ്തിയാകുന്നില്ല, നിലയില്ല. അതിന് ഒരു കണക്കില്ലാതെ കിട്ടിയാലും അതിന് പിന്നും വേണം. എത്ര കിട്ടിയാലും നാളെ 20 വേണം, പിറ്റേന്നോ ഒത്തിരി കൂടുതൽ വേണം, ഇങ്ങനെ ചിന്തിക്കും. അതുപോലെ സർവ്വതും പണമായാലും രൂപമുള്ള എന്തായാലും ഇതൊക്കെ ഈ ലോകത്തുള്ളതാണ്. ആഗ്രഹങ്ങളുടെ പുറകെ, അതാണ് തൃപ്തിയില്ല, അത് നിലയില്ലാത്തതാണ്. അങ്ങനെയുള്ള ഈ കാര്യം
ഇത് ഒരു ജ്ഞാനിയുടെ നിത്യശത്രുവിനാൽ. അപ്പോൾ ഒരു ജ്ഞാനിക്ക് ഇത് എത്ര ശത്രുക്കളാണ്. നമുക്ക് ഇത് ഈ ലോകം പുറമേ പോകും. കിട്ടുന്നത് പോരാ പോരാ അതിന് നിലയില്ലാതെ വണ്ണം കിടക്കുക. എത്രത്തോളം കിട്ടിയാലും മതി വരുന്നതുമില്ല. അപ്പം നമ്മുടെ കാമം, ആഗ്രഹം എത്രമാത്രം വലിപ്പമാണ്. അത് മരണം വരെയും അങ്ങനെ കിടക്കുക. നമ്മൾ വിചാരിക്കും, ഓ ഇന്ന് കിട്ടും, നമുക്ക് നാളെ മതിയൊക്കെ ഈശ്വരനെ അറിയാം. പക്ഷെ നടക്കത്തില്ല. നമ്മൾ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളെ മുന്നോട്ട് പോകുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കും, നമുക്കൊരു മതിയൊക്കെ ആകും എപ്പോഴെങ്കിലും. ഒരിക്കലും നടക്കത്തില്ല. ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് 100 കിട്ടിയ നാളെ 1000 മണ്ണുള്ള ആഗ്രഹം ഇങ്ങനെ തന്നെയാണ്. ലോകം നമുക്ക് ഇത്ര നാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഈ തൃപ്തിപ്പെടുത്തുവാൻ വിഷമം ആണ്. മതി എന്ന നില ഇല്ലാത്തതാണ്. അത് മതി എന്നുള്ള ചിന്തയേ ഇല്ല. ഒരിക്കലും മതിയാകും, തൃപ്തി വരുന്നില്ല. അത് ജ്ഞാനിയുടെ നിത്യശത്രുവാണ്. അതുകൊണ്ട് എന്തുവാണ്, നമ്മളെ ഉള്ളത്തിലൊരു അറിവുണ്ട്. ആ ജ്ഞാനിയുടെ ആ ഉള്ളം ഇതുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നത്. എന്താ, കുഞ്ഞ് ഉള്ളത്തിൽ കിടക്കുന്നതിനെ തൊലി കൊണ്ട് നമ്മുടെ ദേഹത്തിനെ കൊണ്ട് മറഞ്ഞിരിക്കുന്നത് പോലെ ഈ ജ്ഞാനിയുടെ ഉള്ളത്തിൽ ഈ യഥാർത്ഥ ജ്ഞാനത്തെ, ഈ കാമമാകുന്ന തൃപ്തിപ്പെടാത്ത ഈ ആഗ്രഹങ്ങളുടെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമുക്ക് കാമക്രോധങ്ങളായിരിക്കുന്ന ഇതെല്ലാം കൊണ്ട് നമ്മളെ മറയ്ക്കപ്പെട്ടിരിക്കുക. ഉള്ളത്തിലിരിക്കുന്ന പരമാത്മാവിനെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഭഗവാൻ പറഞ്ഞത്. സത്യമാത്ര സത്യമായ കാര്യമാണ്. നമ്മൾ നേരെ നമ്മൾ എഴുന്നേക്കുന്നത് എന്ത് വേണം, എവിടെ പോകണം, എന്ത് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ചിന്ത അല്ലാതെ ഈശ്വര എന്നുള്ള ചിന്തയില്ലാത്ത എത്രയോ പേരുണ്ട്. എന്നാൽ എൻ്റെ മക്കൾ, ഞാൻ എല്ലാവരെയും പറയുമല്ല, ഇതിൽ തന്നെ രാത്രി ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. ഞാൻ നോക്കുമ്പോൾ 2 മണിക്കും 3 മണിക്കൊക്കെ ഇതിനകത്ത് ഞാൻ 1 മണി കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇട്ടത് യൂട്യൂബിലേക്ക് ഭാഗവതം. അപ്പോൾ അത് കണ്ടത് എത്ര മണിക്കാണ്? 2 മണിക്കും 3 മണിക്കും 5 മണിക്കും കണ്ടവരുണ്ട് ഇതിനകത്ത്. രുക്മിണി മോഹൻ, പിന്നെ ജഗദമ്മയോ, അങ്ങനെ ആരൊക്കെ ഇത് കണ്ടേക്കുന്നത്. അപ്പോൾ ചിന്തിക്കണം, ഭക്തമക്കൾക്ക് ഉറക്കവും ഊണുമില്ലാതെ ആത്മീയമാത്ര നിറവ്. അതേസമയം ഉറക്കത്തിന് കൂടുതലും ഈ ലോകത്തിൽ നാളെ എവിടെ പോയി ആരുടെ തലയ്ക്ക് പിടിച്ചാലാ, ആരുടെ കൊങ്ങയ്ക്ക് പിടിച്ചാലാ എനിക്ക് നാളെ നേടാൻ പറ്റുന്നുള്ള ചിന്തയിൽ കുറേ ആഗ്രഹത്തിന് പുറകെ പോകുന്നവരും. അവരുടെ ശത്രു അവിടെ ആഗ്രഹം തന്നെയാണ്. ആഗ്രഹം നിലച്ചല്ലാതെ പാദരാത്രിക്കൊക്കെ ഇരുന്ന് രാമായണം കേൾക്കാനും ഭഗവത്ഗീത കേൾക്കാനും തൃപ്തി വരണമെങ്കിൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറണം. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എത്ര പേര് ഇതിലുണ്ട്. ഇതാണ് യഥാർത്ഥമായ ജ്ഞാനത്തെ തെളിയുന്നവരുടെ ലക്ഷണവും ജ്ഞാനത്തെ കാമം കൊണ്ട് മൂടിയിരിക്കുന്നവരുടെ ലക്ഷണവും. അപ്പോൾ നമുക്ക് ഭഗവാൻ എത്രമാത്രം ഇതാ പറയുന്നത്. സത്യമായ കാര്യമല്ലേ, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങളെടുത്ത് നോക്ക്, കമൻസ് ഇട്ടേക്കുന്നത്. ഞാൻ ഇത് നോക്കിയപ്പോൾ മനസ്സിലായി, അവർ ഇത്ര മണിക്ക് എഴുന്നേറ്റ്. ഞാനത് രാവിലെ 5 മണിക്ക് മുമ്പ് നോക്കിയപ്പോൾ അധികം കിടക്കും. ഞാനും നോക്കും ഇത്, കാരണം രാത്രി ഇതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ പോയില്ലയോ, അത് തടസ്സം വന്നൊക്കെ ഈ നോക്കണ്ടേ. യൂട്യൂബിലേക്ക് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ 1 മണി കഴിഞ്ഞിട്ടൊക്കെ എങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് അത് യൂട്യൂബിൽ ചിലപ്പോൾ പോകത്തില്ല, നെറ്റില്ലെങ്കിൽ പോകത്തില്ല. അത് പോയോന്നൊക്കെ അറിയാനൊക്കെ നോക്കും. ഉണരുമ്പോൾ നോക്കിയപ്പോൾ അത് 2-3 നേരം ഇതിനെ കണ്ടേക്കുക. അവർക്ക് ആത്മീയമായ ചിന്ത ഉണ്ടെങ്കിൽ അത് തന്നെയാണ്, അങ്ങനെയാണ്. അതാണ് യഥാർത്ഥ ജ്ഞാനം ഉള്ളവരുടെ ലക്ഷണവും ജ്ഞാനമില്ലാത്തവരുടെ ലക്ഷണം, മറയ്ക്കപ്പെട്ടവരുടെ ലക്ഷണം കാമം, ഈ ലോക ചിന്ത. അത് മാറിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.